എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ടായിരുന്നു. എപ്പിസോഡ് എന്താണ് ഇടാൻ വൈകുന്നത്, എന്തുകൊണ്ടാണ് റിലീസായിട്ടും ഇടാത്തത്, അങ്ങനെയൊക്കെ കുറച്ച് ചോദ്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു. സംഭവം എനിക്ക് എക്സാമാണ്, എൻ്റെ ഫൈനൽ എക്സാം നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഡെയിലി ഇരുന്ന് വീഡിയോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ പറ്റുന്നതനുസരിച്ച് എക്സാമിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലാഗായി പോകുന്നത്. എന്നാലും പെട്ടെന്ന് ഇടാനായിട്ടുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്. പറ്റാതെ പോകുന്നതുകൊണ്ടാണ്. ഫൈനൽ എക്സാം നമുക്ക് അങ്ങനെ ഒഴിവാക്കി ഇടാൻ പറ്റുന്നൊരു സംഭവമല്ലല്ലോ. എന്തായാലും നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് അങ്ങ് കടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കൗൺസിലിൽ എയ്സും സെയിനും വൈസ് പ്രസിഡന്റും മിസ് കാത്തും ഫ്രിറ്റ്സിയും കൂടെ ആയിട്ട് ഒരു മീറ്റിംഗ് പോലെ നടത്തുന്നതാണ്. അതിൽ ആരൊക്കെയാണോ ഇപ്പം മരിച്ചത് റീസെൻ്റ് ആയിട്ട് രാവിലെ സമയങ്ങളിലെല്ലാം ആ സ്റ്റുഡൻസിൻ്റെ എല്ലാം തന്നെ പേരൊക്കെ അടങ്ങിയ ഒരു ഫയൽ ഇപ്പോൾ സുപ്രീമോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കിയ ശേഷം പറയുന്നുണ്ട് ഇത്ര പേരാണ് മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വന്ന് ആർക്കും തന്നെ നമ്മുടെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാൻ തീരെ താല്പര്യമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്റ്റുഡൻറ് കൗൺസിലിൻ്റെ പവർ തന്നെ നശിക്കും. ഒരിക്കലും അങ്ങനെ സംഭവിക്കാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കരുത്. നമ്മൾ ഇതിനെതിരെ ആക്ഷൻ എടുക്കണം. ഇതൊക്കെ ആരാണ് ചെയ്യുന്നതെന്ന് ഒന്നേ തന്നെ മനസ്സിലാക്കി എടുക്കണമെന്ന് പറയുന്നുണ്ട്. ആദ്യം ആരും റെസ്പോണ്ട് ചെയ്യാതെ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് വീണ്ടും എയ്സ് ചോദിക്കുന്നുണ്ട്. ആ സമയം വൈസ് പ്രസിഡന്റ് എല്ലാം തന്നെ അതിൻ്റെ തലയാട്ടുന്നുണ്ട്. ആ ടൈമിൽ സെയിൻ ഒരു മറുപടിയും പറയാതെ ചുമ്മാ സൈഡിലേക്ക് നടന്നു പോയിട്ട് അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. അത് കണ്ട് ദേഷ്യം വന്നിട്ട് എയ്സ് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിനക്ക് ഇതുപോലെ വെള്ളം കുടിക്കാനും സ്നാക്സ് കഴിക്കാനും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മീറ്റിംഗ് മാറ്റി വെക്കണോ എന്ന് ചോദിക്കുമ്പോൾ സെയിൻ എയ്സിനോട് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യാതെ സുപ്രീമോ, നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഒന്നുമില്ല, നിങ്ങളെപ്പോലെ ഇങ്ങനെ മരണം നടക്കണമെല്ലാം തടയാൻ തന്നെയാണ് ഞാനും നോക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം എയ്സിന് ദേഷ്യം വന്നിട്ട് നിനക്ക് തീരെ എപ്പോഴും ഡിസിപ്ലിൻ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വൈസ് പ്രസിഡന്റായ പയ്യനോട് മാഡം വയലറ്റ് ആവശ്യപ്പെട്ട ആ ഒരു ഫയൽസ് എല്ലാം തന്നെ എടുത്തുകൊണ്ട് വരാനായി പറയുന്നുണ്ട്. ആ ഒരു പയ്യനത് എടുക്കാനായി പോകുന്നതും സെയിനോട് എയ്സ് പറയുന്നുണ്ട് അവൻ ആ ഒരു ഫയൽ കൊണ്ടുവരുന്നതും നീ പോയിട്ട് ആ ഒരു ഫയൽസ് എല്ലാം തന്നെ കോപ്പി എടുക്കണം, എന്നിട്ട് അത് എൻ്റെ കൊണ്ടുവരണം, എന്നിട്ട് അത് ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയും വേണം. ഇതാണ് നിനക്ക് ഇങ്ങനെ ഡിസിപ്ലിൻ ഇല്ലാതെ പെരുമാറുന്നതിനുള്ള പണിഷ്മെന്റ് എന്ന് പറയുന്നുണ്ട്. സെയിൻ അപ്പം തന്നെ ആ ഓക്കെ എന്നിങ്ങനെ പറഞ്ഞിട്ട് നടന്നു പോകാനായി തുടങ്ങുന്നുണ്ട്. അവളപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും കുറച്ചു നേരം നിങ്ങളുടെ അടുത്തുനിന്ന് എനിക്ക് മാറിയിരിക്കാമല്ലോ എന്ന്. അങ്ങനെ ആ സമാധാനത്തിലാണ് ആ പണിഷ്മെന്റ് വാങ്ങിച്ചുകൊണ്ട് സെയിൻ അവിടെ നിന്ന് പോകുന്നത്. സെയിൻ പോയി കഴിയുമ്പോൾ തന്നെ ഫ്രിറ്റ്സി വന്ന് എയ്സിനോട് ചോദിക്കുന്നുണ്ട് അവൾ ചെയ്ത ഒരു കാര്യത്തിന് അവൾക്ക് കൊടുത്ത പണിഷ്മെന്റ് ചെറുതായി പോയില്ലേന്ന്. എയ്സ് അപ്പോൾ നീ എന്താ എൻ്റെ ടെക്നിക്സിനെ ചോദ്യം ചെയ്യാനായിട്ട് വരുവാണോ? നിനക്ക് ഇനി സ്റ്റുഡൻറ് കൗൺസിലിൽ സ്ഥാനമില്ല, നിനക്ക് തന്നെ അറിയാന്നുള്ളതല്ലേ, പിന്നെ നീ എന്ത് കാണിക്കാനാണ് ഇവിടെ നിന്റെ കമാൻഡ് പറയാൻ നിൽക്കുന്നത്, നിനക്ക് അതിന് അധികാരം ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫ്രിറ്റ്സി സോറി എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് എയ്സ് പറയുന്നുണ്ട് എങ്ങനെയായാലും നമ്മൾ ഈ കൗൺസിലുള്ള മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ച് തന്നെ നിൽക്കണം. അതിപ്പോൾ ഡിസിപ്ലിൻ ഇല്ലാത്ത സെയിൻ ആയാൽ പോലും ഒരുമിച്ച് തന്നെ നിന്ന് നമ്മളെല്ലാം മെമ്പേഴ്സും കൂടെ വേണം ഈ ഒരു കൊലകളെല്ലാം തടയാനെന്ന് പറയുന്നുണ്ട്. അടുത്തത് സെയിനെയും വൈസ് പ്രസിഡന്റിനെയും കാണിക്കുകയാണെങ്കിൽ ആവശ്യപ്പെട്ട ഒരു ഫയലെല്ലാം തന്നെ അവരിപ്പോൾ റൂമിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫയൽസ് എല്ലാം കിട്ടി കഴിയുമ്പോൾ വൈസ് പ്രസിഡന്റ് അത് സെയിനിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് സെയിനോട് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു നിനക്ക് ഇതിനേക്കാളും വലിയ പണിഷ്മെന്റ് കിട്ടുമെന്ന്, ഇത്രയും കിട്ടി ഒതുങ്ങിയത് നിന്റെ ഭാഗ്യം എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് പറ്റി എന്നെ പിടിച്ച് അങ്ങനെ വലുതായിട്ടല്ലോ ചെയ്തു കളയും നീ വിചാരിച്ചോ, എനിക്ക് അങ്ങനെ സംഭവിക്കാത്ത എൻ്റെ സങ്കടം നിനക്കുണ്ടോ എന്ന് സെയിൻ തിരിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ നീ ചോദിച്ചാൽ എനിക്ക് ഞെട്ടലുണ്ട്. കാരണം എനിക്ക് സങ്കടമല്ല, സർപ്രൈസിങ് ആണ്. കാരണം എയ്സ് ആണെങ്കിൽ ഈ ഒരു സ്വഭാവം വെച്ചിട്ട് നിന്നെ ആ ഒരു ഡാർക്ക് ഹെൽ ജയിലിൽ ഇടേണ്ടതാണ്. പക്ഷേ അവൻ നിന്നെ ഇങ്ങനെ വെറുതെ വിട്ടു. അവന് നിന്നോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ തിരിച്ച് സെയിൻ പറയുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് അപ്പോൾ നീ എന്താ വിചാരിച്ചത് എയ്സിന് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പണിഷ്മെന്റ് ഡാർക്ക് ഹെൽ ജയിലാണെന്നാണോ? ഒരിക്കലും അല്ല. അതിനേക്കാളും നിന്റെ ഉറക്കം വരെ കെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് പണിഷ്മെന്റ്സ് ഉണ്ട്. അതൊന്നും നിനക്ക് കിട്ടാത്തത് നിന്റെ ഭാഗ്യമാണ്. പക്ഷേ ഈ പോക്കാണെങ്കിൽ നിനക്ക് ഉടനെ കിട്ടാനും ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് പണിഷ്മെന്റ് ആയാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണെന്ന് സെയിൻ തിരിച്ചു പറയുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് അപ്പോൾ ശരിയെന്നാ നീ പോയി നിന്റെ ഈ പണിഷ്മെന്റ് സമയത്തിന് തീർക്കും, നിന്നെ കൊണ്ട് സമയത്തിന് തീർക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ നീ പോയി നിന്റെ ജോലി നോക്കാനായി പറഞ്ഞ് സെയിൻ അവിടെ നിന്ന് ഒരു ഫയൽസും കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അതും കൊണ്ട് കോറിഡോർ വഴി നടക്കുന്ന സമയത്ത് സെയിൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ, അതായത് എയ്സിന് അവളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന്. എന്നാൽ അവളിങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ സോഫ്റ്റ് കോർണർ അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല, മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഒന്ന് വെള്ളം കുടിച്ചാനാണ് എനിക്ക് ഈ പണിഷ്മെന്റ് തന്നത്, പിന്നെ അല്ലേ സോഫ്റ്റ് കോർണർ എന്നും പറഞ്ഞ് മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന സമയത്താണ് റൊക്സാനെ അവളുടെ ഫ്രണ്ട്സിൻ്റെ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലെ റൊക്സാനെ റേ സിൽവേനയുടെ ഗേൾ ഫ്രണ്ട് ആണെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സോ റൊക്സാനെ ഇപ്പോൾ സെയിനെ കാണുന്നതും അവളോട് ഞാൻ വിചാരിച്ചു ഞാൻ കേട്ടത് ഒരു റൂമറാണെന്ന്, പക്ഷേ ശരിക്കും നീ സെക്രട്ടറി ആയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് സെയിനാണെങ്കിൽ ഒന്ന് വഴിയിൽ നിന്ന് മാറാനായി പറയുന്നുണ്ട്. എന്നാൽ റൊക്സാനെ അവിടെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. വീണ്ടും സെയിൻ വഴിയിൽ നിന്ന് മാറാനായി പറയുമ്പോൾ റൊക്സാനെ അവിടെ താഴേക്ക് തള്ളിയിടുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് ഫയൽസ് എല്ലാം തന്നെ ചെന്ന് താഴേക്ക് വീഴുന്നുണ്ട്. റൊക്സാനയും അവളുടെ ഫ്രണ്ട്സും അവിടെ കോറിഡോറിൽ നിന്ന് എല്ലാ പിള്ളേരും കൂടി വന്നിട്ട് ചിരിക്കാനേ തുടങ്ങുന്നുണ്ട്. സെയിൻ ആ സമയത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റൊക്സാനെ അവളോട് നീയാണെങ്കിൽ വലിയ ആളാവൊന്നും വിചാരിക്കേണ്ട, ഒരിക്കലും നിന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്നും തുപ്പിയാൽ തന്നെ ആ ഒരു ഇതിനെ തന്നെ ആൾക്കാർ വർഷിപ്പ് ചെയ്യും, കാരണം ഞാൻ അത്രയും ഉയർന്നാണ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. സെയിന ടൈമിന് നീയാണെങ്കിൽ നിന്റെ ഇൻസെക്യൂരിറ്റി ഭയങ്കരമായിട്ട് ഭയക്കുന്നുണ്ട്, അത് കാരണം നീയാണെങ്കിൽ നിന്റെ യഥാർത്ഥ സ്വഭാവം അവിടെ പുറത്തെടുത്ത് തുടങ്ങണം. സത്യം പറഞ്ഞാൽ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ തന്നെ അങ്ങ് നാണം കെട്ട് പോയേനെ എന്ന് പറയുന്നുണ്ട്. ആ സമയം റൊക്സാനെ സെയിനും അടിക്കുന്നുണ്ട്. സെയിന ടൈമിന് ഇത് ജസ്റ്റ് 50 ഡിഗ്രി, ഇതൊന്നും ഒന്നുമില്ല, ഞാൻ നിനക്ക് ശരിക്കും 180 ഡിഗ്രി
ഡിഗ്രിയുടെ അടി എന്താണെന്ന് കാണിച്ചു തരട്ടെ എന്ന് വെച്ചിട്ട് ഒരു ഒന്നൊന്നര അടി അവക്കിട്ട് കൊടുക്കുന്നുണ്ട്. റൊക്സാനെ അപ്പം തന്നെ താഴേക്ക് ചെന്ന് വീഴാണ്. അവളുടെ കവിളിൽ കൈവച്ചിട്ട് കരയാനേ തുടങ്ങുന്നുണ്ട്. സെയിനപ്പോൾ ഞാൻ കേട്ടത് നീ ഇവിടുത്തെ രാജ്ഞിയാണെന്നാ, പക്ഷേ ഇപ്പോൾ ഒരു പട്ടീനെ പോലെയാണല്ലോ ഇവിടെ കിടന്ന് കരയുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ റൊക്സാനയാണെങ്കിൽ ഞാനൊക്കെ ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്. സെയിൻ ആ സമയം നടന്നു പോകുന്നുണ്ട്. റൊക്സാനെ നീ ആരാണെന്ന് ശരിക്കും കാണിച്ചു തരാമെന്ന് വീണ്ടും അവിടെ നിന്ന് പറയാണ്. സെയിൻ നേരെ സ്റ്റുഡൻറ് കൗൺസിലിലേക്കാണ് വരുന്നത്. അവിടെ വരുമ്പോൾ സുപ്രീം മോഡ് ഉണ്ടായിരുന്നില്ല. സോ കാണിക്കണമെന്ന് പറഞ്ഞ ഫയൽസ് അവിടെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നേരെ മാഡം വയലറ്റിന് കൊടുക്കാനായിട്ടുള്ള ഫയൽസും കൊണ്ട് അവൾ ചെല്ലുന്നുണ്ട്. സുപ്രീം ഏൽപ്പിക്കാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ആ ഒരു ഫയൽസ് അവിടെ വയ്ക്കുന്നുണ്ട്. സെയിൻ ഇങ്ങനെ ചുറ്റും നോക്കുന്ന സമയം ടേബിളിൽ 2-3 ഫോട്ടോ ഫ്രെയിംസ് ഇരിക്കുന്നത് കാണുന്നുണ്ട്. അതിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം കണ്ടിട്ട് അവൾ അത് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് മാഡം വയലറ്റ് എന്ത് പറ്റി, എന്തെങ്കിലും നിന്റെ ശ്രദ്ധ നേടി പറ്റിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സെയിൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ മാഡം വയലറ്റ് അവൾ എന്താ നോക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതേ സെയിം ഫോട്ടോ ഫ്രെയിം എടുത്ത് അവളെ ഇങ്ങനെ കാണിച്ചു നോക്കിയിട്ട് ഇതല്ലേ നീ നോക്കിക്കൊണ്ടിരുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് സെയിനോട് പറയുന്നുണ്ട് ഞാൻ ഇത്രയും വലിയൊരു റാങ്കിൽ എത്താനായിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ എത്തിപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു സ്ഥാനത്ത് നിൽക്കാനേ പറ്റുന്നത്. അത് മാത്രമല്ല ഓൾറെഡി ഉണ്ടായിരുന്ന കുറേ എഡ്യൂക്കേഷൻ റൂൾസ് അതൊന്നും തന്നെ നേരെ മുന്നോട്ട് പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ എൻ്റേതായ കുറേ റൂൾസ് ഉണ്ടാക്കിയത്. പക്ഷേ അതൊക്കെ നല്ലതല്ലേ എന്നിങ്ങനെ സെയിനോട് ചോദിക്കുന്നുണ്ട്. അവൾ അതിനൊരു മറുപടി കൊടുക്കുന്നില്ല. ആ സമയം മാഡം വയലറ്റ് നിനക്കൊരു അഭിപ്രായമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു അർത്ഥമുള്ളതാണെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. സെയിനിൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം നീ എന്തായാലും പൊക്കോ, നീയാണെങ്കിൽ ഇനിയിപ്പോൾ ലേറ്റായിട്ട് ആ ഒരു ബ്ലഡി നൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ പെട്ടുപോകണ്ട. നിനക്കെങ്ങാനും എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പുതിയ സെക്രട്ടറി മരിച്ചു പോയി എന്നും പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു കിട്ടിയ ഫയൽസ് എല്ലാം തന്നെ അടുത്ത ദിവസം മറ്റാരെങ്കിലും ഏൽപ്പിച്ച് തിരിച്ച് സ്റ്റുഡൻറ് കൗൺസിലിലേക്ക് തന്നേക്കാമെന്നും പറയുന്നുണ്ട്. സെയിൻ അങ്ങനെ പോകാനേ തുടങ്ങുമ്പോൾ നിന്നെ കാണുമ്പോൾ എനിക്ക് മറ്റൊരാളെയാണ് സാമ്യമായി തോന്നുന്നത്, എനിക്ക് മറ്റൊരാളെ ഓർക്കാൻ പറ്റുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. സെയിൻ അത് ആരാണെന്നുള്ള രീതിയിൽ ചോദിക്കാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ മാഡം വയലറ്റ് നീ പൊക്കോളാനേ പറഞ്ഞിട്ട് സെയിനെ പറഞ്ഞു വിടാണ്. അങ്ങനെ സെയിൻ പുറത്ത് ഇറങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വെനേസ വരുന്നുണ്ട്. വെനേസ വന്നിട്ട് ഞാൻ കേട്ട ശരിയാണോ, നീ റൊക്സാനയുമായിട്ട് അടി ഉണ്ടാക്കിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. സെയിനപ്പോൾ ഞാൻ ഉണ്ടാക്കി, അവളാണെങ്കിൽ ആ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പിന്നെ പണ്ട് തൊട്ടേ നമ്മളടുത്ത് ഇങ്ങനെ എതിർത്ത് സംസാരിക്കാൻ വരുന്നവരെ വെറുതെ വിടാറില്ലല്ലോ എന്ന് പറയുമ്പോൾ വെനേസ ആണെങ്കിൽ അത് പുറത്ത്. പക്ഷേ ഹെൽ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയല്ല, ഇവിടെ എത്ര അപകടം പിടിച്ച സ്ഥലമാണ് നിനക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ നീയാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പോകരുതെന്ന് പറയുമ്പോൾ സെയിനാണെങ്കിൽ അപ്പോൾ പിന്നെ അവൾ എന്നെ പറയുന്നില്ല ഞാൻ കേട്ടോണ്ട് നിൽക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. വെനേസ അപ്പോൾ അതേ നീ കേട്ടോണ്ടിരിക്കണം, കാരണം ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കാനല്ല പോവേണ്ടത്, നിനക്ക് മാത്രമല്ല അഫക്റ്റ് ആവുന്നത് ഞങ്ങൾക്കും കൂടെയാണ്, അത് നീ ഓർക്കണം. പിന്നെ നീയാണെങ്കിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെയും ഹൈ റാങ്കുകളിൽ എത്തിപ്പെടാന്നുള്ളതാണ്, അതാണ് നമ്മുടെ എല്ലാവരെയും ലക്ഷ്യം, അല്ലാതെ അടി ഉണ്ടാക്കാൻ പോകരുതെന്ന് പറയുന്നുണ്ട്. സെയിൻ അതിനൊരു മറുപടി കൊടുക്കാതെ തിരിഞ്ഞ് നടക്കാനേ തുടങ്ങുമ്പോൾ വെനേസ അവളെ പിടിച്ച് വീണ്ടും തടഞ്ഞിട്ട് നീ ഒരിക്കലെങ്കിലും മറ്റുള്ളവരെ കുറിച്ചായാലും ഒന്ന് ചിന്തിക്കുക, ഇങ്ങനെ സെൽഫിഷ് ആവാൻ നിൽക്കരുതെന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞ് വെനേസ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം സെയിനും ഫ്രണ്ട്സും എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് അവർ അസൈൻമെൻ്റ് ഒക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് ഡേവും വന്നിട്ട് ഞാനാണെങ്കിൽ 3ാമത്തെ ആൻസറൊക്കെ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്നില്ല, നിങ്ങളത് എഴുതിയോന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം മിയ ഇല്ല അതെനിക്കും കിട്ടിയില്ല എന്ന് പറയുന്ന സമയത്ത് ജെറോമാണെങ്കിൽ എനിക്കിവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വെനേസ എഴുതുന്നെല്ലാം നോക്കി എഴുതുന്നുണ്ട്. വെനേസയ്ക്കും കിട്ടാതെ ആകുമ്പോഴത്തേക്കും മാറ്റിനോട് എടാ ആൻസർ കാണിച്ചാന്ന് പറയുന്നുണ്ട്. മാറ്റ് അപ്പോൾ പഠിച്ച് നമ്മളെല്ലാവരും ടോപ്പ് 10 റാങ്കിൽ കയറുമെന്ന് പറഞ്ഞില്ലേ, എന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ കോപ്പി അടിച്ചുകൊണ്ടിരുന്നാൽ നീ എങ്ങനെ ജയിക്കോടാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജെറോം അപ്പോൾ ഒരിക്കലൊന്ന് കാണിച്ചാന്ന് പറഞ്ഞിട്ട് അത് നോക്കി എഴുതാനേ നിൽക്കുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് ഫ്രിറ്റ്സി വന്നിട്ട് സുപ്രീം ഒന്നിനെ കോൾ ചെയ്യുന്നുണ്ടെന്ന് സെയിനോട് പറയുന്നുണ്ട്. സെയിൻ എഴുന്നേറ്റ് ചെന്ന് അവളുടെ അടുത്ത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ ജസ്റ്റ് ഈ ഒരു മെസ്സേജ് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വന്നത്, ഇനിയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് പോയിട്ട് നീ നിന്റെ ഡ്യൂട്ടി ചെയ്യാൻ നോക്കി, 24 മണിക്കൂർ ഫ്രണ്ട്സിനോട് ഇരിക്കാൻ നിനക്ക് നേരെ ഉണ്ടല്ലോ, പക്ഷേ ഡ്യൂട്ടി നിനക്ക് ചെയ്യാൻ വയ്യല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും സെയിൻ ഒരു മറുപടി കൊടുക്കുന്നില്ല. സെയിൻ അവളുടെ ഫ്രണ്ട്സിനോട് സോറി ഗൈസ് വർക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. അവരപ്പോൾ ശരി എന്നാൽ പൊക്കോന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സെയിൻ നേരെ അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന സമയത്ത് മാറ്റ് ഇങ്ങനെ പുറകെ വരുന്നുണ്ട്. വന്നിട്ട് സെയിനെ അങ്ങനെ ഒന്ന് പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ആ സമയം സെയിനാണെങ്കിൽ എന്താ കാണിക്കുന്നത് ഇങ്ങനെ പേടിപ്പിക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ നീ ഓക്കെ ആണെന്ന് ചോദിക്കുന്നുണ്ട്. സെയിൻ അപ്പോൾ ഇപ്പോൾ ബെറ്റർ ആണ് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നീയും വെനേസും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സെയിൻ അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു അടി ഉണ്ടായി, എനിക്ക് അവളോട് സോറി പറയണമെന്നുണ്ടെന്ന് പറയുമ്പോൾ മാറ്റാണെങ്കിൽ കണ്ടിട്ട് നീയും സുപ്രീമോയും ക്ലോസ് ആവുന്ന പോലെ ഉണ്ടല്ലോ, എൻ്റെ സ്ഥാനം റീപ്ലേസ് ചെയ്തിട്ട് അവനെ അവിടെ പിടിച്ചിരുത്താനായിട്ട് പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ സെയിനാണെങ്കിൽ ഒരിക്കലും അല്ല, അത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ ക്ലോസ് ആയിരിക്കുന്ന പോലെ തോന്നുന്നതാ, പിന്നെ അവൻ എന്നെ കണ്ട ഗുഡ് മോർണിംഗ് പോലും പറയത്തില്ല, എങ്ങനെ ഉണ്ടായിരുന്ന ദിവസമെന്ന് പോലും ചോദിക്കത്തില്ല, അവൻ എപ്പോഴും ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, എന്താ റീസൺ എന്ന് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. മാറ്റത് കേട്ടിട്ട് അതിൽ നിനക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സെയിൻ അവനെ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന രീതിയിൽ നോക്കുന്നുണ്ട്. മാറ്റപ്പോൾ ഞാൻ ചുമ്മാ ഇറങ്ങിയാന്ന്, എനിക്കറിയാം ഞാൻ അതിൻ്റെ ക്രഷ് എന്ന്, പക്ഷേ നമുക്കിപ്പോൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനേ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് സെയിൻ. അപ്പോൾ അതൊക്കെ ഈ വർക്കൊക്കെ ആയി പോയതുകൊണ്ടാണ്, എന്തായാലും ഞാൻ പോട്ടെ വർക്ക് ഉണ്ടെന്നിങ്ങനെ പറഞ്ഞിട്ട് പോവാനേ തിരിയുന്നതും പെട്ടെന്ന് മാറ്റ് വീണ്ടും വിളിച്ചിട്ട് അത് പിന്നെ ഞാനാണോ അതോ സുപ്രീമാണോ കൂടുതൽ സുന്ദരൻ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് സുപ്രീം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാതെ സെയിൻ പെട്ടെന്ന് നീയാ സുന്ദരൻ, ഉറപ്പായിട്ട് നീ തന്നെയാണ് ഹാൻസം എന്നൊക്കെ പറയുന്നുണ്ട്. മാറ്റ് ആ സമയം സുപ്രീമോ സെയിനിൻ്റെ പുറകിലായിട്ട് നിൽക്കുന്ന കാണുന്നുണ്ട്. സെയിനും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും സുപ്രീം അവളെ തന്നെ ദേഷ്യത്തിൽ നോക്കിയിട്ട് നീ ലേറ്റായി അകത്തേക്ക് കയറാനേ പറയുന്നുണ്ട്. അങ്ങനെ സെയിൻ മാറ്റിനോട് ബായ് പറഞ്ഞ് അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ കൗൺസിലിൻ്റെ അകത്തേക്ക് കയറി നിന്ന് കഴിയുമ്പോഴത്തേക്കും സുപ്രീം ആണെങ്കിൽ സെയിനിൻ്റെ അടുത്ത് നിനക്ക് നിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അറിയാം,
എന്നാൽ ഞാൻ വിളിച്ചാൽ നിനക്ക് സമയത്തിന് വരാനേ പറ്റത്തില്ല, നീ ചെയ്യുന്നത് നിനക്ക് തന്നെ തെറ്റാണെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ സെയിനാണെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും വലിയൊരു താല്പര്യം ഇല്ലാത്ത രീതിയിലൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. ആ ടൈമിന് സുപ്രീമോ ചോദിക്കുന്നുണ്ട്, അത് മാത്രമല്ല നീയാണെങ്കിൽ ഒന്നും നേരെയല്ല ചെയ്തത്, നീ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, റൊക്സാനയുമായിട്ട് അടി ഉണ്ടാക്കി, നിനക്ക് എന്താ കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. സെയിനപ്പോൾ ഞാൻ അവക്കിട്ട് ഒരു അടി കൊടുത്തപ്പോൾ എനിക്ക് നല്ല സമാധാനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം എയ്സ് പറയുന്നുണ്ട്, നിനക്കൊരു കാര്യം അറിയാവോ, അവൾ ഇവിടുത്തെ ക്വീനാണ്, അവളെ തൊട്ട് കഴിയാൻ നിനക്കാണ് പണിയാവാൻ പോകുന്നത്, നീ ജസ്റ്റ് അധികം പവർ ഇല്ലാത്തൊരു സെക്രട്ടറി മാത്രമാണെന്ന് പറയുമ്പോൾ സെയിനാണെങ്കിൽ എന്നെ ആരെങ്കിലും മിസ്ട്രീറ്റ് ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യും, അതിപ്പോൾ ക്യൂനായാലും ശരി സുപ്രീം ആയാലും ശരി എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവന് ദേഷ്യം വരുന്നുണ്ട്. എന്നാലും അവനൊന്ന് കാം ഡൗൺ ആയിട്ട് സെയിനോട് ഞാൻ പറഞ്ഞിരുന്നതെന്നും നിൻ്റെ തലയ്ക്കകത്ത് കയറത്തില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നീ പോയിട്ട് ഫുൾ കഫറ്റേറിയയും ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സെയിനപ്പോൾ എന്താ പറയുന്നതെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ മൊത്തം കഫറ്റേറിയയും നീ ക്ലീൻ ചെയ്യണം ഒരാഴ്ചത്തേക്ക്, അതാണെങ്കിൽ നല്ല ക്ലീൻ ആയിരിക്കണം, നല്ല സ്പോട്ട്ലെസ് ആയിരിക്കണം, നല്ല നന്നായിട്ട് വേണം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കാനെന്ന് പറയുമ്പോഴത്തേക്കും സെയിനാണെങ്കിൽ ഒരാഴ്ച ഞാൻ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് തന്നെ തുടങ്ങിക്കോളാനായിട്ട് എയ്സ് പറയുന്നുണ്ട്. സെയിനപ്പോൾ എങ്കിൽ ശരി സുപ്രീമോ ബായ് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം സെയിനാണെങ്കിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ക്ലാസ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് ആയ എന്ന് പറഞ്ഞിട്ടൊരു മിസ്സാണ്. ആ മിസ്സാണെങ്കിൽ ഹോപ്പ് എന്താണ് എന്നിങ്ങനെ എല്ലാവരോടും ചോദിക്കുന്ന സമയത്ത് എല്ലാവരും മിണ്ടാതിരിക്കുന്നുണ്ട്. മിസ് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതായിട്ട് റിലേറ്റ് ആയത് തന്നെയാണ്, നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ആരെങ്കിലും ആൻസർ ചെയ്യാൻ പറയുന്നുണ്ട്. ആ സമയം ലൈക്കാന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി എഴുന്നേറ്റിട്ട് അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ആയ അപ്പോൾ നന്നായിട്ട് തന്നെ നീ ആൻസർ പറഞ്ഞെന്ന് തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ബെല്ലടിക്കുന്നുണ്ട്, എല്ലാ സ്റ്റുഡൻസും പോകുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് സെയിൻ അവിടെ ഇരുന്ന് നോക്കുമ്പോഴത്തേക്കും മിസ് ആയ ലൈക്കയുടെ കുറച്ച് ഇഷ്ടവും സ്നേഹവും കാണിക്കുന്നത് സെയിനിന് മനസ്സിലാക്കാനേ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ഒരുപക്ഷെ മിസ് ആയ ലൈക്കേനെ വല്ല പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, മെൻറ്റർ വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ആയിരിക്കും എന്ന്. എന്തായാലും അങ്ങനെ കാണുന്നതിൽ തനിക്ക് സന്തോഷമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയാണ് ഓർമ്മ വരുന്നത്, അവരുള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ സർവൈവ് ചെയ്യുന്നത് എന്നൊക്കെ സെയിൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. സെയിൻ ഒരു ബുക്കും നോക്കിയായിരുന്നു വരുന്നുണ്ടായിരുന്നത്, അതുകൊണ്ട് സെയിനിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സെലിനൊക്കെ ഇങ്ങനെ അറിയാൻ തട്ടുമ്പോഴാണ് അവളിങ്ങനെ ശ്രദ്ധിച്ചിട്ട് എന്ത് പറ്റി സെലിൻ, നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നത്. ആ സമയം സെലിൻ നീ അപകടത്തിലാണ്, അവർ വരുന്നുണ്ടെന്നിങ്ങനെ പറഞ്ഞിട്ട് സെയിനിനൊരിടത്ത് പിടിച്ചിരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നീ അപകടത്തിലാണ്, നീ മാത്രമല്ല നമ്മളെല്ലാവരും അപകടത്തിലാണ്, നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ ചതിക്കാൻ പോകുന്ന ഒരാളുണ്ട്, അയാൾ ഡോക്ടർ കിസോൺ കണ്ടുപിടിച്ച ആ ഒരു ഫോർമുലയുടെ ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ അറിഞ്ഞു, ഇപ്പോൾ ആരാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ എൻ്റെ ഗ്രൂപ്പായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ നേരം കൊണ്ട് ഞാൻ അതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തേനേന്ന് പറഞ്ഞിട്ട് സെലിൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതിനുശേഷം സെയിനാണെങ്കിൽ സുപ്രീം കൊടുത്ത ഒരു പണിഷ്മെൻറ്റ് ചെയ്യാനായിട്ട് നേരെ കഫറ്റേറിയ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഈ സുപ്രീമോയ്ക്ക് ബാക്കിയുള്ള അവസ്ഥയൊന്നും മനസ്സിലാവത്തില്ല, എനിക്കിങ്ങനെ പണി എന്നതുകൊണ്ടാണ് ഇപ്പം എൻ്റെ സമയം പോയിട്ട് ഞാനിങ്ങനെ പെട്ട് കിടക്കുന്നത്, അല്ലെങ്കിലും ആരോട് പറയാൻ ഒരു അവസ്ഥയെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളല്ലേ സുപ്രീമോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ മനസ്സിൽ പറയുന്നതിന് കാരണം സുപ്രീമോ അവിടെ സൈഡിൽ തന്നെ അവൾ ക്ലീൻ ചെയ്യുന്നതെല്ലാം കറക്റ്റാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സെയിനാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരുന്ന സമയത്ത് സുപ്രീമോ സെയിനോട് ഒന്ന് സംസാരിക്കാനായി തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ സെയിനോട് അവളെ ഫാമിലിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും സെയിൻ ഇങ്ങനെ എന്ത് പറ്റി ബോറടിക്കുന്നുണ്ടോ, അതുകൊണ്ടാണ് സംസാരിക്കാൻ വരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാൻ പറ്റില്ല, നീ ഇങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു സ്പീഡിൽ വർക്കും ചെയ്ത് കഴിഞ്ഞാലോ, എങ്കിൽ നമുക്ക് പോവായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ വന്നത്, നീ എന്തെങ്കിലും പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് സെയിനോട് വീണ്ടും അവളുടെ ഫാമിലിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ സെയിൻ ഇങ്ങനെ ആലോചിച്ചിട്ട് എൻ്റെ ഫാമിലി എൻ്റെ ഒരു ഇതിൽ നോർമലായിട്ടുള്ള ഒന്ന് തന്നെയാണ്, ഞാനും എൻ്റെ അമ്മയും പിന്നെ എൻ്റെ ചേച്ചി ആലിസണും. എൻ്റെ അമ്മയാണെന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്, പിന്നെ അമ്മയ്ക്ക് TV ഷോ എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചേച്ചി എല്ലാത്തിലും അടിപൊളിയാണ്, നല്ല ബ്രേവാണ്, പിന്നെ നല്ല സുന്ദരിയാണ് കാണാനായിട്ട്. ഞാനും എൻ്റെ ചേച്ചിയും നല്ല ഫൈറ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അക്കാര്യം ഓർത്തിട്ട് ഭയങ്കര ടെൻഷനാണ് എപ്പോഴും. ദിവസം നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും എൻ്റെ ചേച്ചി ആലിസണായിട്ട് ഫ്ലേർട്ട് ചെയ്യാനായിട്ട് ഒരാൾ വന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിച്ച് വരുമ്പോഴാണ് സെയിനാണെങ്കിൽ താൻ സുപ്രീമോയുടെ അടുത്താണല്ലോ ഇങ്ങനെ കാര്യമായിട്ട് സംസാരിച്ച് വരുന്നത് എന്നൊരു ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ അവളതിങ്ങനെ പറയുന്ന നിർത്തിയിട്ട് എൻ്റെ ഫാമിലി ജസ്റ്റ് ഒരു നോർമൽ ഫാമിലിയാണെന്ന് മാത്രം പറഞ്ഞങ്ങ് ഒതുക്കുന്നുണ്ട്. ആ ടൈം സുപ്രീമോ അപ്പോൾ നിൻ്റെ ഫ്രണ്ട്സോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് എല്ലാവരും പേര് മാത്രമേ അറിയാവൂ, എൻ്റെ ഡ്യൂട്ടി വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമേ അവരെ നേരിട്ട് വിളിച്ച് സംസാരിക്കേണ്ട സിറ്റുവേഷൻ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് നിൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചൊന്നും അറിയത്തില്ല, അതുകൊണ്ട് എന്തെങ്കിലും പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. സെയിൻ അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ആക്ച്വലി ഫാമിലിനെ പോലെ തന്നെയാണ്, മിയ അവളാണെങ്കിൽ ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കും, നമ്മുടെ ഗ്രൂപ്പിലെ സൺഷൈൻ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഡേവും ജെറോമും രണ്ടുപേരും പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രശ്നക്കാരാണ്, തമാശ എല്ലാം കേൾക്കണമെങ്കിൽ അവർ രണ്ടുപേരെടുത്തും പോയാൽ മതി. വെനേസ സത്യം പറയുകയാണെങ്കിൽ എന്നെക്കാളും കുറേ കൂടെ ബ്രേവാണ്, നമുക്ക് പ്രശ്നം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടായാലും നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് അവൾ നോക്കും. പിന്നെ മാറ്റ് അവനെ എൻ്റെ ലൈഫിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്നതും ഇത്രയും നേരം ചിരിച്ചെല്ലാം കേട്ടുകൊണ്ട് നെയ്സിൻ്റെ മുഖം അങ്ങ് മാറുന്നുണ്ട്. സെയിനാസം നെയ്സിൻ്റെ അടുത്ത് അല്ല ഞാൻ മാത്രം എല്ലാം പറഞ്ഞാൽ മതിയോ, ഇങ്ങോട്ടും കൂടെ എന്തെങ്കിലും ഷെയർ ചെയ്യും, നിങ്ങളുടെ ഫാമിലിനെ പറ്റി പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എയ്സ് അപ്പോൾ എൻ്റെ ഫാമിലി സത്യം പറയുക കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, വലിയ സ്റ്റോറിയാണ്, നെക്സ്റ്റ് ടൈം ഞാൻ പറഞ്ഞുതരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സെയിനോട് എല്ലായിടവും ക്ലീൻ ചെയ്യാനായി പറഞ്ഞിട്ട് എയ്സ് അവിടെ നിന്ന് പോകുന്നുണ്ട്.
കുറച്ച് കഴിയുമ്പോൾ സെയിൻ ക്ലീൻ ചെയ്ത് കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ 6:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെയിനാണെങ്കിൽ പോകാനായി നിൽക്കുന്ന സമയം അങ്ങോട്ടേക്ക് ഏസ് വരുന്നുണ്ട്. ഏസിനോട് താനെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ച് സ്ലോ ആയിട്ടാണ് നീ ചെയ്തത്, പക്ഷേ എന്തായാലും എല്ലാം ചെയ്ത് കഴിഞ്ഞല്ലോ, നീ പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം രണ്ടുപേരും ക്ലോസ് ആയിട്ട് ഇങ്ങനെ വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം സെയിനാണെങ്കിൽ ശരി എന്തെങ്കിലും പോവാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് പോകുന്നുണ്ട്. സെയിൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് ആരോ ബാക്കിൽ നിന്ന് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അവളങ്ങനെ ചുറ്റുമൊക്കെ ഒന്ന് നോക്കിയിട്ട് നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് മാസ്ക് വെച്ചിട്ട് കുറച്ച് പയ്യന്മാർ വന്ന് അവളെ പിടിച്ചുകൊണ്ട് പോവാണ്. റെഡ് കളർ മാസ്ക് ആയിരുന്നു അവർ വെച്ചിരുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവരാണെങ്കിൽ ഡബിൾ ഗോഡ് വാരിയർ, അതായത് റേ സിൽവേനയുടെ ഗ്രൂപ്പിലുള്ളവരാണ്. അവരങ്ങനെ സെയിനിനെ ഒരിടത്ത് പിടിച്ചുകൊണ്ടെന്ന് കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. സെയിനിന്റെ മുന്നിൽ വെച്ച് തന്നെ അവരെല്ലാവരും പരസ്പരം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. റൊക്സാന എന്നെ കൈ വെച്ചത് ഇവളാണ്, അതിനുള്ള ശിക്ഷ അവൾക്ക് ഇപ്പം കിട്ടും, റേസ് ഇവളെ കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു, എന്തായാലും ഇവള് ഭയങ്കര ധൈര്യമുള്ളവളെന്നാണ് കേട്ടത്, പക്ഷേ ആ ധൈര്യം കാരണം ഇപ്പോൾ ഇവിടെ പെട്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മാസ്ക് വെച്ച് റേസും വരുന്നുണ്ട്. അങ്ങനെ റേസ് ഇവരോടെല്ലാം പോകാനേ പറയുന്നുണ്ട്. വന്നൊന്നേ തന്നെ ഇവക്കിട്ടൊരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സംസാരിക്കാനേ തുടങ്ങുന്നുണ്ട്. നീ ഭയങ്കര ബ്രേവ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, പക്ഷേ അതേപോലെ നിന്റെ ഫ്രണ്ട്സ് ബ്രേവ് ആണോ, നിനക്ക് പകരം ഞാൻ അവർക്കിട്ട് പണി കൊടുത്താലോ, ഫസ്റ്റ് നമുക്ക് മിയേന്ന് വെച്ച് തന്നെ തുടങ്ങാം, മിയേനൊന്ന് ടച്ച് ചെയ്താൽ തന്നെ അവളാണെങ്കിൽ വിറച്ചു പോകുമല്ലേ, നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഇട്ടൊരു പണി കൊടുത്താലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് സെയിനാണെങ്കിൽ അവൻ്റെ അടുത്ത് നിൻ്റെ ഒരു സീക്രട്ട് എനിക്കറിയാം, അത് മറ്റുള്ളവരുടെ പറഞ്ഞു കഴിയുക നിൻ്റെ ആരും തീരുമാനമാവും എന്ന് പറയുന്നുണ്ട്. ആ സമയം റേസ് അങ്ങനെ ഒരു സീക്രട്ട് എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ തന്നെ എന്ത് സീക്രട്ട് നിനക്ക് അറിയാമെന്നുള്ളതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ സെയിൻ പറയുന്നുണ്ട് നീ റേ സിൽവേനെ അല്ലാന്ന്. അത് കേൾക്കുമ്പോൾ അയാളൊന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സെയിൻ അപ്പോൾ കണ്ടില്ലേ ഞാൻ പേര് പറയുമ്പോൾ തന്നെ നീ പേടിക്കും, എന്നിട്ടാണോ നീ ആണെങ്കിൽ റേ സിൽവേനെ പോലെ അഭിനയിക്കാമെന്ന് നിൽക്കുന്നത്, ഞാനാണെങ്കിൽ അവനെ ഓൾറെഡി ഒരിക്കൽ കണ്ടിട്ടുണ്ട്, ഒരിക്കലാണ് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാനായിട്ട് പറ്റും, നീ അവനല്ല, നീ അവനായിട്ട് അഭിനയിക്കുവാണ്, നീയാണെങ്കിൽ എത്ര വിചാരിച്ചാലും നിനക്ക് അവനാവാൻ പറ്റത്തില്ല എന്നും പറയുന്നുണ്ട്. ആ സമയം ആ ഒരു പയ്യൻ അവൻ്റെ മാസ്ക് ഊരി മാറ്റുന്നുണ്ട്. നീ പറഞ്ഞ ശരിയാണെങ്കിൽ റേ സിൽവേനയല്ല, പക്ഷേ ഈ ഒരു കാര്യം നീ മറ്റാരോടത്തും പറയരുത്, കാരണം ഞാൻ റേ സിൽവേനയല്ല എന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. റൊക്സാനെ പോലും താൻ പറ്റിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ മിക്കവാറും യഥാർത്ഥ റേ സിൽവേനയുടെ ഗേൾ ഫ്രണ്ട് പോലും ആയിരിക്കത്തില്ല റൊക്സാനെ, ഒരുപക്ഷെ ഈ ഫേക്ക് റേ സിൽവേന എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഒരു പയ്യൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും റൊക്സാനെ, അതായിരിക്കും എല്ലാവരും അവളെ ക്യൂനെന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഒരു സത്യം ആർക്കും ഇതിനായിട്ട് അറിയത്തില്ലായിരിക്കും ഒരുപക്ഷെ, അല്ലെങ്കിൽ ശരിക്കുമുള്ള ആ ഒരു റേ സിൽവേനയുടെ ഗേൾ ഫ്രണ്ട് തന്നെ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇവൻ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് കയറുന്നതായിരിക്കും. പക്ഷെ അങ്ങനെ പറയുവാണെങ്കിൽ പോലും റേ സിൽവേനയും ഈ ഒരു പയ്യനും തമ്മിൽ കാഴ്ചയിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട്. കണ്ടാലും റേ സിൽവേന അല്ലാതെ മനസ്സിലാക്കാനേ പറ്റും. സോ ഒരുപക്ഷെ ഒറിജിനൽ റേ സിൽവേന ആരാന്ന് പോലും ഒരുപക്ഷെ റൊക്സാനയ്ക്ക് അറിയത്തുണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ മിക്ക പിള്ളേർക്കും അറിയത്തേ ഉണ്ടായിരിക്കത്തില്ല. സോ ഇവൻ മാസ്കും വെച്ച് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇവൻ റേ സിൽവേനയാണെന്ന് എല്ലാവരും കണക്കാക്കുന്നതാണെന്ന് തോന്നുന്നു. സോ അങ്ങനെ ഈ ഒരു പയ്യൻ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് വന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു സത്യം ഇപ്പോൾ സെയിൻ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ആ ഒരു പയ്യൻ നമുക്കിടയിൽ ഒരു ഓഫർ വയ്ക്കാം. ഇപ്പോൾ തന്നെ 6:53 7 മണിയാകുമ്പോൾ ബ്ലഡി നൈറ്റ് സ്റ്റാർട്ട് ചെയ്യും, ഞാൻ തന്നെ ഇപ്പോൾ അഴിച്ചു വിടാം, പക്ഷേ അതിന് പകരമായിട്ട് എൻ്റെ ഒരു രഹസ്യം നീ വച്ചേക്കണമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എന്തൊരു കൈൻഡ്നെസ് ആണ് നീ ഇപ്പം കാണിക്കുന്നത് എന്നൊക്കെ സെയിൻ ചോദിക്കുന്നുണ്ട്. ആ സമയം തന്നെ ആ ഒരു പയ്യൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പയ്യന്മാരെല്ലാം വിളിച്ചു വരുത്തുന്നുണ്ട്. ആ ഒരു പയ്യൻ തിരിച്ച് അവൻ്റെ മാസ്ക് വച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ആവാതിരിക്കാനായിട്ട്. അങ്ങനെ ആ ഒരു പയ്യന്മാർ വരുമ്പോഴത്തേക്കും ഒരു കത്തി എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിലൊരു പയ്യൻ ചെന്നിട്ട് ആ ഒരു കയ്യിൽ കെട്ടഴിക്കാനേ പോകുന്നുണ്ട്. എന്നാൽ ആ ഒരു പയ്യൻ സെയിനെയാണ് കുത്താൻ പോകുന്നത് എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം നടന്നു വരുന്നുണ്ട്. അത് പേടിച്ചിട്ട് സെയിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വരുന്നുണ്ട്. എന്നാൽ ആ ഒരു പയ്യൻ ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് പെട്ടെന്ന് ആ ഒരു കയ്യിലെ കെട്ടാണ് അഴിച്ചു വിടുന്നത്. എന്നിട്ട് ആ ഒരു പയ്യന്മാരെല്ലാം അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ സെയിൻ അവളെ ബാഗ് എടുത്ത് പോകാനേ ഇറങ്ങുമ്പോൾ തന്നെ റേ സിൽവേനയായിട്ട് അഭിനയിച്ച ആ ഒരു പയ്യൻ്റെ അടുത്ത് ചെന്നിട്ട് നിൻ്റെ സീക്രട്ട് ഇപ്പം എൻ്റെ കയ്യിലാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് പോകാനേ തുടങ്ങുന്നുണ്ട്. ആ സമയം ആ ഒരു പയ്യൻ സെയിനെ വിളിച്ചിട്ട് നീ ആണെങ്കിൽ അവനെ അന്വേഷിച്ച് പോകാൻ നിൽക്കരുതെന്നും പറയുന്നുണ്ട്. അങ്ങനെ സെയിൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ അവൾക്ക് നല്ല പേടി തോന്നുന്നുണ്ടായിരുന്നു. ആ സമയം തന്നെ പെട്ടെന്ന് 7 മണിയാവുന്നുണ്ട്, സൈറൺ അടിക്കുന്നുണ്ട്. അവളങ്ങനെ പെട്ടെന്ന് ഓടാനേ തുടങ്ങുന്നുണ്ട്. എന്നാൽ അപ്പം തന്നെ അവിടെ ഫൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിൻ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ഓടുന്നുണ്ട്. ആദ്യമെല്ലാം ആരും അവളെ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ പിന്നീട് ഓരോരോ പയ്യന്മാരായിട്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അവളതിൽ നിന്നെല്ലാം എസ്കേപ്പ് ആവാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവളൊരുത്ത അടിച്ചിട്ടിട്ട് വീണ്ടും ഉപദ്രവിക്കാനേ പോകുമ്പോൾ ആ പയ്യനായിട്ട് ഫൈറ്റ് ചെയ്യാൻ മറ്റൊരു പയ്യൻ വരുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഒരു നേരം കൊണ്ട് സെയിൻ ഇറങ്ങി ഓടാനൊക്കെ പറ്റുന്നുണ്ട്. എന്നാൽ അവളുടെ പുറകെ പലരും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ സെയിൻ ഓടി അവളുടെ ഡോമിലേക്ക് എത്തുന്നുണ്ട്. ഡോർ ഉറക്കാൻ നേരത്തെ ഒരു പയ്യൻ വന്ന് അവളുടെ കാലിലേക്ക് പിടിച്ചിട്ട് അവൾ തിരിച്ച് വലിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ആ നേരം കൊണ്ട് സെയിൻ എങ്ങനെയൊക്കെ ഡോർ തുറന്ന് അകത്തേക്ക് കയറാണ്. എന്നാൽ ഡോർ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഒരു പയ്യനും അകത്തേക്ക് കയറാനേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സെയിൻ ആ ഒരു പയ്യനെ അടിച്ച് വീഴ്ത്താനേ നോക്കുന്നുണ്ട്. അതും കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ഫ്രം ഡ്രാമ ഡിക്കോ ഡയറീസ്.